ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ഗംഭീര പ്രകടനമാണ് ഈ സീസണിൽ FC ബാഴ്സലോണ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാൻസി ഫ്ലിക്കിന് കീഴിൽ തകർപ്പൻ വിജയങ്ങൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അവരുടെ യുവതാരങ്ങളുടെ പ്രകടനമാണ്. അതായത് ലാമാസിയിലൂടെ വളർന്നു വന്ന ഒരു പിടി യുവതാരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ ഫ്ലിക്കിനും ബാഴ്സലോണക്കും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ആ യുവതാരങ്ങളെയൊന്നും കൈവിടാൻ ബാഴ്സലോണ ഒരുക്കമല്ല. ഒരു കിടിലൻ നീക്കമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിക്കൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടുമിക്ക യുവതാരങ്ങളുടെയും കോൺട്രാക്റ്റുകൾ ദീർഘകാലത്തേക്ക് പുതുക്കാൻ FC ബാഴ്സലോണക്ക് സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കുബാർസിയുടെ കോൺട്രാക്ട് പുതുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. 2029 വരെയുള്ള ഒരു പുതിയ കരാറിലാണ് കുബാർസി ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ സമ്മറിൽ തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാഞ്ചസ്റ്റർ സിറ്റി നടത്തിയിരുന്നു. പക്ഷെ ഇനി ഈ താരങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് ക്ലബ്ബുകൾക്ക് എളുപ്പമുള്ള ഒരു കാര്യമാവില്ല. കാരണം കോൺട്രാക്ട് പുതുക്കിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, റിലീസ് ക്ലോസ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും താരങ്ങളുടെ കോൺട്രാക്റ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കുബാർസി 2029 വരെയുള്ള പുതിയ കരാറിൽ ഒപ്പുവെച്ചു. ബാൾഡെ 2028 വരെ, കസാഡോ 2028 വരെ, ഗാവി 2030 വരെ, ബേണൽ 2029 വരെ, പെഡ്രി 2030 വരെ, ഫെർമിൻ ലോപ്പസ് 2029 വരെ. ഈ താരങ്ങളുടെ എല്ലാം കോൺട്രാക്ട് ദീർഘിപ്പിക്കാൻ FC ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരാൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ലാമിൻ യമാലാണ്. അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ബാഴ്സലോണയിൽ തന്നെ തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം യമാൽ വ്യക്തമാക്കിയിരുന്നു. ഒരു വലിയ കോൺട്രാക്ട് തന്നെ അദ്ദേഹത്തിന് FC ബാഴ്സലോണ അധികം വൈകാതെ നൽകിയേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.